ആരവം കേട്ടിടാറായി, കർത്തനിൻ കാഹളം ധ്വനിച്ചിടാറായി. ദൂതരിൻ ആരവം കേട്ടിടാറായി, കർത്തനിൻ കാഹളം ധ്വനിച്ചിടാറായി. നിന്നതിൽ നിത്യമാം വാസമൊരുക്കി വന്നിടും രക്ഷകൻ മേഘവാഹനേ. നിന്നതിൽ നിത്യമാം വാസമൊരുക്കി വന്നിടും രക്ഷകൻ മേഘവാഹനേ. നമ്മെ വീണ്ടതാ യേശുനായകൻ വീണ്ടും വന്നിടാൻ കാലമായല്ലോ. നമ്മെ വീണ്ടതാ യേശുനായകൻ വീണ്ടും വന്നിടാൻ കാലമായല്ലോ. അക്കരെ നാട്ടിലൻ വാസമേകിടാൻ അൻപിടും നായകൻ വന്നിടാറായി. And same prophet Isaiah says in chapter 62 verse 1, for Zion's sake I will not keep silent. യെശയ്യാ പ്രവചനം 62 അധ്യായം 1 വാക്യത്തിൽ ഇപ്രകാരം നമ്മൾ വായിക്കുന്നു, സിയോനെ കുറിച്ച് ഞാൻ മിണ്ടാതെ ഇരിക്കുകയില്ല, യെരൂശലേമിനെ കുറിച്ച് ഞാൻ അടങ്ങിയിരിക്കുകയുമില്ല. Therefore now the experience of exile for the Israelites now comes to an end when God decides to speak. ദൈവം തമ്പുരാന് ശബ്ദിക്കാൻ തുടങ്ങിയപ്പോൾ, സംസാരിച്ച് തുടങ്ങിയപ്പോൾ ഇവരുടെ പ്രവാസം അവിടെ അവസാനിക്കുന്നതായിട്ട് അത്രേ നമ്മൾ കാണുന്നത്. God's voice is the response to the utterance of God's people. ദൈവത്തിന്റെ ഈ ശബ്ദം എന്ന് പറയുന്നത് ജനങ്ങളുടെ നിലവിളിക്ക് പ്രതിപകരമായി കൊടുക്കുന്ന ഒരു ഉത്തരമത്രേ. Because throughout the Bible we read that God has been speaking. വേദപുസ്തകത്തിൽ ഉടനീളം നമുക്ക് കാണുവാൻ സാധിക്കും, സംസാരിക്കുന്ന ഒരു ദൈവമാണ്, ശബ്ദിക്കുന്ന ഒരു ദൈവമാണ് നമുക്കുള്ളത്. In the creation or the act of creation, God spoke. സൃഷ്ടിപ്പിന്റെ ആരംഭത്തിൽ ദൈവത്തിന്റെ ശബ്ദം സൃഷ്ടിപ്പ് ഉളവാക്കി എന്ന് നമ്മൾ വായിക്കുന്നു. So in every act of creation, God spoke and everything was created. എല്ലാ സൃഷ്ടിപ്പിലും ദൈവം സംസാരിച്ചു, ദൈവം ശബ്ദിച്ചു, സൃഷ്ടിപ്പ് ഉടലെടുത്തു. And finally God says, let us now make humanity in the image of God, after God's likeness. ദൈവത്തിന്റെ സാദൃശ്യത്തിൽ തന്റെ രൂപപ്രകാരം മനുഷ്യരെ സൃഷ്ടിക്കുക എന്ന് ദൈവം ഒടുവിൽ പറയുന്നതായിട്ട് നമ്മൾ വായിക്കുന്നു. So first of all, God spoke in creation. സൃഷ്ടിപ്പിൽ ദൈവം ശബ്ദിച്ചതായിട്ട് നമ്മൾ വായിക്കുന്നു. Then after 2 chapters in the book of Genesis, in chapter 3, we read about Adam and Eve. ആദമിനെ ഹവ്വയെ കുറിച്ചും നമ്മൾ ഉൽപ്പത്തി പുസ്തകം 2 അധ്യായത്തിന് ശേഷമുള്ള ഭാഗങ്ങൾ കൂടുതലായി വായിക്കുന്നുണ്ട്. When they chose to alienate themselves from God, when they chose to go away from the sight of God, God goes after them. ദൈവസന്നിധിയിൽ നിന്ന് ആദാമും ഹവ്വയും ഓടി ഒളിക്കുന്ന അവസരത്തിൽ ദൈവം അവരുടെ പിന്നാലെ ചെല്ലുന്നതായിട്ട് അത്രേ നമ്മൾ വായിക്കുന്നത്. There also we see the voice of God. അവിടെയും ദൈവത്തിന്റെ ശബ്ദം അവരെ പിന്തുടരുന്നു. The voice of God tells Adam, where are you? ദൈവം ശബ്ദിക്കുകയാണ്, ആദമേ നീ എവിടെയാകുന്നു? I created Adam and that Adam is now going away from me. Therefore I go after the Adam and call him, Adam, where are you? ഞാൻ സൃഷ്ടിച്ച ആദാം എന്നിൽ നിന്ന് അകന്നു പോയപ്പോൾ ഞാൻ അവന്റെ അടുക്കിലേക്ക് ചെന്ന് ചോദിക്കുകയാണ്, ആദമേ നീ എവിടെയാകുന്നു? So the voice that was heard in creation is now heard in recreation. സൃഷ്ടിപ്പിൽ നമ്മൾ കേട്ടതായുള്ള ദൈവ ശബ്ദമുണ്ടല്ലോ, അത് പുനഃസൃഷ്ടിപ്പിലും നമുക്ക് കേൾപ്പാനായി സാധിക്കും. Then when we come to the book of Exodus, there we see the suffering of the people of God. പുറപ്പാട് പുസ്തകത്തിൽ ദൈവജനങ്ങളുടെ പീഡകളും കഷ്ടതകളും നമ്മൾ മനസ്സിലാക്കുന്നുണ്ട്. And there Lord says, I have heard their cries, I have seen their afflictions, I have known their sufferings. Therefore
I have decided to come down. യഹോവ അവരോട് പറയുന്നത്, നിങ്ങളുടെ നിലവിളി എൻ്റെ ചെവിയിൽ എത്തിയിരിക്കുന്നു, നിങ്ങളുടെ ഊഴിയവേല ഞാൻ കണ്ടു, നിങ്ങളുടെ പീഡകൾ ഞാൻ മനസ്സിലാക്കി, അതുകൊണ്ട് നിങ്ങളുടെ മധ്യത്തിലേക്ക് ഞാൻ ഇറങ്ങി വരുന്നു. So the cry of the people now gets registered into the ears of the Lord. നിന്റെ നിലവിളികൾ ദൈവ സന്നിധിയിൽ രേഖപ്പെടുത്തി കഴിഞ്ഞിട്ടുണ്ട്. So where are you, O God? Have you hidden your face? That kind of cry does not go unnoticed. ദൈവമേ, നീ എവിടെയാകുന്നു? നിന്റെ മുഖത്തെ നീ എന്താണ് മറച്ചു കളഞ്ഞിരിക്കുന്നത് എന്നുള്ള നിന്റെ നിലവിളി ഉണ്ടല്ലോ, അതിന് ഉത്തരം കിട്ടാതെ പോകയില്ല. In Psalm 22, we always read it during the Lenten season, particularly on Good Friday. Oh God, why have you forsaken me? പീഡാനുഭാഷകളിൽ പ്രത്യേകിച്ച് ദുഃഖവെള്ളിയാഴ്ച നമ്മൾ വായിക്കുന്ന ഒരു വേദഭാഗം ഉണ്ടല്ലോ, 22-ാം സങ്കീർത്തനത്തിൽ നിന്നുള്ളത്, എൻ്റെ ദൈവമേ, എൻ്റെ ദൈവമേ, നീ എന്നെ കൈവിട്ടത് എന്ത്? And when we start reading few verses, we will know the description of the suffering of the people. തുടർന്നുള്ള വാക്യങ്ങൾ നമ്മൾ വായിക്കുമ്പോൾ നമുക്ക് അവിടെ മനസ്സിലാകും ജനങ്ങൾ ഏതെല്ലാം രീതിയിലുള്ള പീഡകള് കഷ്ടങ്ങള് അനുഭവിച്ചു എന്നുള്ളത്. All kinds of wild animals are mentioned. The threat of those animals is mentioned. Therefore, the one who now cries talks about the immense suffering. വിവിധ രീതിയിലുള്ള വന്യമൃഗങ്ങളുടെ കാര്യങ്ങൾ അവിടെ വിവരിക്കുന്നുണ്ട്. അതിൽ നിന്ന് ഏൽക്കേണ്ടതായുള്ള പീഡകളെ കുറിച്ചും കഷ്ടതകളെ കുറിച്ചും അവിടെ വിവരിക്കുന്നുണ്ട്. So the one who begins the psalm by saying, my God, why have you forsaken me? Now all of a sudden tells, you have responded to my cry. എൻ്റെ ദൈവമേ, എൻ്റെ ദൈവമേ, നീ എന്നെ കൈവിട്ടത് എന്ത് എന്ന് നിലവിളിച്ച് ആരംഭിക്കുന്ന ആ സങ്കീർത്തനത്തിൽ അവസാന ഭാഗത്ത് എൻ്റെ നിലവിളിക്ക് ഉത്തരം തരുന്ന, പ്രതികരിക്കുന്ന ഒരു ദൈവത്തെക്കുറിച്ചുള്ള കാഴ്ചപ്പാടാണ് കൊടുത്തിരിക്കുന്നത്. So the cry of the people is now noticed by God. ദൈവജനത്തിന്റെ നിലവിളിയുടെ ശബ്ദം ദൈവസന്നിധിയിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു. So voice in creation, voice in recreation, voice in slavery. നിങ്ങളുടെ സൃഷ്ടിപ്പിൽ കേട്ടതായുള്ള ദൈവശബ്ദം, പുനഃസൃഷ്ടിപ്പിൽ കേട്ട ദൈവശബ്ദം, അടിമത്തത്തിൽ കേട്ടതായുള്ള ദൈവത്തിന്റെ ശബ്ദം. And fourthly, as we saw earlier, the voice in exile. അങ്ങനെ പ്രവാസത്തിൽ പോയപ്പോഴും ദൈവത്തിന്റെ ശബ്ദം അവിടെ കേൾക്കുവാനായി സാധിക്കുന്നു. So throughout the history of the people of God, the voice of God was heard. ദൈവജനത്തിന്റെ ചരിത്രം നമ്മൾ പരിശോധിച്ചാൽ മനസ്സിലാകുന്ന സത്യം, ദൈവത്തിന്റെ ശബ്ദം കാലാകാലങ്ങളിൽ നിരന്തരമായി നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ്. When you go home, take the book of Psalms and read even Psalm 29. There are only 11 verses there. But in those 11 verses, one particular phrase comes 7 times. നിങ്ങൾ 29-ാമത്തെ സങ്കീർത്തനം സമയം കിട്ടുമ്പോൾ വായിക്കണം. അവിടെ 11 വാക്യങ്ങൾ മാത്രമേ പ്രത്യേകിച്ച് എടുത്തു പറയുന്നുള്ളൂ. അതിലൊരു പ്രത്യേക കാര്യം 7 പ്രാവശ്യം എടുത്തു പറയുന്നുണ്ട്. The phrase is the voice of the Lord. ആ വാക്ക് എന്താണെന്ന് ചോദിച്ചാൽ ദൈവ ശബ്ദം എന്നുള്ള വാക്കാണ്. There we read, the voice of the Lord is majesty. The voice of the Lord is powerful. The voice of the Lord breaks the cedars. The voice of the Lord is there everywhere. ദൈവത്തിന്റെ ശബ്ദം എന്ന് പറയുന്നത് മനോഹാരിതമാണ്. ദൈവ ശബ്ദം എന്ന് പറയുന്നത് സകലത്തെയും പിളർക്കുന്നതാണ്. ദൈവ ശബ്ദം എന്ന് പറയുന്നത് സംരക്ഷിക്കുന്നതാണ്. Therefore, the voice of the Lord can still be heard. അതുകൊണ്ട് ദൈവത്തിന്റെ ശബ്ദം ഇപ്പോഴും നമുക്ക് ശ്രവിപ്പാനായി സാധിക്കും. So what we read is, when there is no speech from below, pain is characteristically reduced to guilt. നമ്മുടെ ഉള്ളിൽ നിന്ന് ശബ്ദം വെളിയിലേക്ക് വരാതെ വരുമ്പോൾ നമ്മുടെ ഉള്ളിൽ വല്ലാത്ത ഒരു വേദന നമ്മൾ അനുഭവിക്കും. And psychologically, we know that without speech, the self is characteristically reduced to hebel, nothingness, bubble and shadow. മനഃശാസ്ത്രപരമായി പറയുകയാണെങ്കിൽ നമ്മുടെ ഉള്ളിൽ നിന്ന് ശബ്ദം വെളിയിലേക്ക് വരാതെ ഇരിക്കുമ്പോൾ നമ്മൾ ചുരുക്കത്തിൽ ഒരു വട്ടപൂജ്യമായി മാറും എന്നുള്ള അനുഭവമാണ്. And sociologically around the world, we will see and understand, without speech, established powers go unchecked. സാമൂഹ്യമായുള്ള ബന്ധത്തിൽ നമ്മൾ പറയുകയാണെന്ന് വരികിൽ നമ്മൾ ശബ്ദരഹിതരായി തീർന്നാൽ അധികാരികൾ അവരുടെ അധികാരത്തെ ദുർവിനിയോഗം ചെയ്തുകൊണ്ടിരിക്കും. So voice of the Lord
that was heard in creation is still heard. സൃഷ്ടിപ്പിൽ നമ്മൾ കേട്ടതായുള്ള ദൈവ ശബ്ദം ഇപ്പോഴും നമ്മൾ ശ്രവിച്ചുകൊണ്ടിരിക്കുന്നു. And God is the listener to our cries. നമ്മുടെ ദൈവം കേൾക്കുന്ന ഒരു ദൈവമാണ്. നമ്മുടെ നിലവിളിക്ക് ചെവി തുറന്നിരിക്കുന്ന ഒരു ദൈവമാണ്. He is the one who heard the cries of the Israelites in their agony and turmoil. ഇസ്രായേൽ മക്കളുടെ പീഡകളുടെ മധ്യത്തെ അവരുടെ നിലവിളി കേട്ടവനായ ഒരു ദൈവം. He is the one who came down to rescue them from all kinds of misery. ദൈവം നിലവിളി കേൾക്ക മാത്രമല്ല, ഇറങ്ങി വന്ന് അവരുടെ സകല കഷ്ടങ്ങളിൽ നിന്നും അവരെ വിടുവിപ്പാൻ മുൻകൈ എടുക്കുന്നതായി നമ്മൾ വായിച്ചു. He is the one who brought his people to a land filled with milk and honey. തന്റെ ജനത്തെ പാലും തേനും ഒഴുകുന്ന ദേശത്തേക്ക് കൊണ്ടുവന്നവനായ ഒരു ദൈവമാണ്. He is the one who consistently sustained the ones who were created in his own image after his own likeness. അവന്റെ സാദൃശ്യത്തിൽ സൃഷ്ടിക്കപ്പെട്ടവരെ നിരന്തരമായി നിലനിർത്തിക്കൊണ്ടിരിക്കുന്ന ഒരു ദൈവമാണ് നമ്മുടെ ദൈവം. He is the one who brought the ones in exile to their own land and gave all blessings back to them. പ്രവാസത്തിലായിരുന്നവരെ സ്വന്തം ദേശത്തിലേക്ക് കൊണ്ടുവന്ന് സകല അനുഗ്രഹങ്ങളാലും സമൃദ്ധിയാലും നിറച്ചവനായ ദൈവമാണ് നമ്മുടെ ദൈവം. So our Bible continues to say he is the one finally chose to speak in and through Jesus Christ. യേശു ക്രിസ്തുവിലൂടെ നമ്മുടെ ദൈവം അവസാനമായി സംസാരിക്കുന്ന ആ ഭാഗം, ശബ്ദിക്കുന്ന ഭാഗം നമ്മൾ തിരുവചനത്തിൽ വായിക്കുന്നു. In the beginning was word, and the word was with God, and the word was God. ആദിയിൽ വചനം ഉണ്ടായിരുന്നു, വചനം ദൈവത്തോടു കൂടിയായിരുന്നു, വചനം ദൈവമായിരുന്നു. This is how John begins his gospel. യോഹന്നാന്റെ സുവിശേഷം ആരംഭിക്കുന്ന ഇപ്രകാരമാണല്ലോ. And same John finally tells that word now is manifested in the incarnation of God's Son. അവിടെ യോഹന്നാൻ പറയുകയാണ് ആ വചനം യേശു ക്രിസ്തുവിലൂടെ ജഡം ധരിച്ചു എന്ന്. For the sake of humanity, people like you and me, God chose to become human. മനുഷ്യവർഗത്തിന്റെ രക്ഷയ്ക്കായിട്ട് എനിക്കും എന്നെ പോലെയും നിങ്ങളെ പോലെ ഇരിക്കുന്ന എല്ലാവർക്കും ദൈവം തമ്പുരാൻ രക്ഷാകരമായി തീരുവാൻ തക്കവണ്ണം വചനം ജഡമായി തീർന്നു. In the beginning, in the creation, there was word, and now again for recreation, renewal and rebirth, the word is there. ആദിയിൽ വചനമുണ്ടായിരുന്നു, എന്നാൽ പുനഃസൃഷ്ടിയിലും ആ വചനം നമ്മെ ഇപ്പോൾ പുനഃസൃഷ്ടി ചെയ്തുകൊണ്ടിരിക്കുന്നു. Therefore Jesus came doing good for the humanity. മനുഷ്യവർഗത്തിന് നന്മ ചെയ്യുവാൻ യേശു ലോകത്തിലേക്ക് വന്നു. But the world hated him. എന്നാൽ ലോകമോ അവനെ പകച്ചു. But the Lord tells, I am going to be away from the world, but I know you are going to continue in the world. ഞാൻ ലോകത്തിൽ നിന്ന് മാറ്റപ്പെട്ടാലും നിങ്ങൾ ഈ ലോകത്തിൽ തന്നെ ആയിരിക്കും എന്നുള്ള മുന്നറിയിപ്പ് അവിടെ നൽകുന്നുണ്ട്. But I know for sure that you are not of the world. എന്നാൽ എനിക്ക് ഒരു കാര്യം തീർച്ചയാണ്, നിങ്ങൾ ലോകത്തിൻ്റെതല്ല. Therefore, be guided by the words I have spoken to you. എന്തുകൊണ്ടെന്നാൽ അതുകൊണ്ട് ഞാൻ നിങ്ങളോട് സംസാരിച്ച വചനങ്ങൾ നിങ്ങളെ വഴി നടത്തിക്കൊണ്ടിരിക്കണം. Be comforted by my words. പരസ്പരം എന്റെ വചനങ്ങൾ നിങ്ങൾ ആശ്വസിപ്പിച്ചുകൊണ്ടിരിക്കണം. I will send the Holy Spirit to you so that the spirit that was in creation will come and dwell among you. പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വന്ന് നിങ്ങളിൽ വസിക്കും. ആ പരിശുദ്ധാത്മാവ് നിങ്ങളെ ശക്തീകരിച്ച് വഴി നടത്തും. And he will lead your lives towards all kinds of truth. എല്ലാ സത്യത്തിലേക്കും ആ ആത്മാവ് നിങ്ങളെ വഴി നടത്തും. Therefore, the same Jesus said, when I am lifted up on the cross, I will draw all men unto myself. അതുകൊണ്ടാണ് യേശു ക്രിസ്തു പറയുന്നത്, ഞാൻ ക്രൂശിലേക്ക് ഉയർത്തപ്പെട്ട് കഴിഞ്ഞാൽ എല്ലാവരെയും എങ്കിലേക്ക് ആകർഷിക്കപ്പെടും. So the voice of God that came in the manifestation or incarnation of Jesus now speaks. ദൈവത്തിന്റെ ശബ്ദം യേശു ക്രിസ്തുവിൽ നമ്മൾ കേട്ടത്, ആ ശബ്ദം ഇപ്പോഴും നമ്മളോട് സംസാരിച്ചു കൊണ്ടിരിക്കുന്നു. That voice tells that the voice should submit to the voice of God, that he should hand him over to the cross. ആ ദൈവശബ്ദത്തിനെ വിധേയപ്പെടുത്തിയത് കൊണ്ടാണല്ലോ കർത്താവ് ക്രൂശ് മരണം സ്വയം ഏറ്റെടുത്തത്. Unless
the corn of wheat falls down on the ground and dies, it will not give life. ഗോതമ്പ് മണി നിലത്ത് വീണ് ചാകുന്നില്ല എങ്കിൽ അത് അങ്ങനെ തന്നെ ഇരിക്കും, ചത്തുവെങ്കിലോ ഫലം കായ്ക്കും. But that is not going to be the end. When I am lifted up, I will draw all people unto myself. അത് അവസാനമല്ല, ഞാൻ ഉയർത്തപ്പെട്ടാൽ സകലരെയും എങ്കിലേക്ക് ആകർഷിക്കും. The one who came down, the one who emptied himself, is the one now going up on the cross, so that everyone will be taken to the presence. ഭൂമിയിലേക്ക് ഇറങ്ങി വന്ന് തന്നെ വെറുമയാക്കിയ ആ കർത്താവ് ക്രൂശിൽ ഉയർത്തപ്പെട്ട് കഴിയുമ്പോൾ എല്ലാവരെയും ആ ക്രൂശിലേക്ക് ആകർഷിക്കുക തന്നെ ചെയ്യുന്നു. So finally we know the voice of God that was finally heard on the cross will now speak to us. ക്രൂശിൽ കടന്ന് നമ്മൾ കേട്ടതായുള്ള ദൈവശബ്ദം ഇപ്പോഴും നിരന്തരമായി നമ്മളോട് ശബ്ദിച്ചുകൊണ്ടിരിക്കുന്നു. Having won the death, having defeated the death, he calls people by name, Mary. മരണത്തെ അതിജീവിച്ച് നമ്മുടെ കർത്താവ് പേര് വിളിക്കുകയാണ്, മറിയേ എന്ന് വിളിക്കുന്നു. And she responded by saying, Rabboni. അവൾ റബൂനി എന്ന് പറഞ്ഞ് പ്രതികരിക്കുന്നു. So the voice is still heard even after the death of Jesus. യേശുക്രിസ്തുവിന്റെ മരണശേഷവും ആ ശബ്ദം തുടർച്ചയായി നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നു. Because death could not contain him. ആ മരണത്തിന് യേശുവിനെ അവിടെ അടക്കി വയ്പ്പാൻ സാധ്യമല്ലാതായി തീർന്നു. Our faith is based on resurrection faith. ഉയർപ്പിനെ അടിസ്ഥാനപ്പെടുത്തിയാണല്ലോ നമ്മുടെ വിശ്വാസം എന്ന് പറയുന്നത്. It is the Easter faith that keeps the church going. ഈ വിശ്വാസമാണ് നമ്മെ, നമ്മുടെ സഭയെ മുന്നോട്ട് നയിച്ചുകൊണ്ടിരിക്കുന്നത്. Therefore, when we experience all kinds of trauma in the world, sufferings in the world, let us think about the voice of the Lord. നമ്മൾ ജീവിതത്തിൽ പ്രതിസന്ധികൾ അനുഭവിക്കുന്ന സമയത്ത്, പീഡകളും കഷ്ടതകളും അനുഭവിക്കുന്ന സമയത്ത് ദൈവത്തിന്റെ ശബ്ദം അതിന്റെ മധ്യേ നമുക്ക് കേൾപ്പാൻ സാധിക്കും. Because the Lord says he will give us peace, he will give us joy. അവൻ നമ്മളോട് പറയുന്നു, ഞാൻ നിങ്ങൾക്ക് സമാധാനം തരും, ഞാൻ നിങ്ങൾക്ക് സന്തോഷം തരും. That is why the psalmist says, may the Lord give strength to his people, may the Lord bless his people with his peace. അതുകൊണ്ടാണ് സങ്കീർത്തനക്കാരൻ പറയുന്നത്, തന്റെ സമാധാനം കൊണ്ട് ദൈവം തന്റെ ജനങ്ങളെ നിറയ്ക്കട്ടെ, അവരെ ശക്തീകരിക്കട്ടെ. So the Lord continues to give us strength in our own struggles. നമ്മുടെ ബദ്ധപ്പാടിന്റെ മധ്യേ നിരന്തരമായി ദൈവം തന്റെ ശക്തി നമ്മളിലേക്ക് ഈ ശബ്ദത്തിലൂടെ പകർന്നുകൊണ്ടിരിക്കുന്നു. In our problems or agony or in the depths of our cry, let us remember the cry goes to the presence of God. നമ്മുടെ ഹൃദയാന്തരഭാഗത്തു നിന്ന് നമ്മൾ ഞരങ്ങി നിലവിളിക്കുന്ന സമയത്ത് ആ നിലവിളി ദൈവസന്നിധിയിൽ എത്തി എന്നുള്ള ഒരു ഉറച്ച വിശ്വാസം നമുക്കുണ്ടായിരിക്കണം. So the prayer should be the prayer of the psalmist in Psalm 29 verse 11, may the Lord give us strength. 29-ാം സങ്കീർത്തനം 7-ാം വാക്യത്തിൽ നമ്മൾ വായിക്കുന്നു, യഹോവയുടെ ശബ്ദം അഗ്നിജ്വാലകളെ ചിഹ്നിക്കുന്നു, അത് നമുക്ക് ആവശ്യമായിരിക്കുന്ന ശക്തിയും ബലവും പകർന്നു തരുന്നു. May the Lord give peace to his people. തന്റെ ജനത്തിന് ദൈവം സമാധാനം നൽകുന്നു. When the Lord gives strength to his people, ദൈവം തന്റെ ജനത്തിന് ശക്തി പകരുമ്പോൾ we automatically say the joy of the Lord is expressed. അപ്പോൾ നമുക്ക് പറയുവാനായി സാധിക്കും നമ്മുടെ കർത്താവിൽ സന്തോഷിക്കുന്ന ഒരു അനുഭവത്തെ കുറിച്ച്. It is not in meaninglessness of our life, but in the meaningfulness of life. എന്നാൽ എൻ്റെ ജീവിതത്തിന്റെ അർത്ഥശൂന്യതയിലല്ല, എൻ്റെ ജീവിതത്തിൽ അർത്ഥതലങ്ങൾ ഞാൻ കണ്ടെത്തുമ്പോഴാണ് ഇതെനിക്ക് കൂടുതൽ അർത്ഥപൂർണമായി തീരുന്നത്. It is not in abandonment in our relationship with God, but in the recreation and restoration of our relationship with God. ദൈവബന്ധത്തിൽ നമ്മൾ വിച്ഛേദിക്കപ്പെടുന്ന ഒരു അനുഭവത്തിലല്ല, പിന്നെയോ ദൈവബന്ധത്തിലേക്ക് നമ്മുടെ പുനഃപ്രവേശനത്തിലാണ് ഈ ഒരു ബലം നമുക്ക് ലഭിക്കുന്നത്. There is a parable we read in the Gospel of Luke. ലൂക്കോസിന്റെ സുവിശേഷത്തിൽ നമ്മൾ ഒരു ഉപമ ഇപ്രകാരം വായിക്കുന്നുണ്ടല്ലോ. It is the parable that talks about the invitation that goes to various people for a banquet. ഒരു വിവാഹ വിരുന്നിന് പല ആളുകൾക്ക് ഈ വിരുന്നിനുള്ള ക്ഷണം ലഭിക്കുന്നതിനെ കുറിച്ച് അത്രേ അവിടെ നമ്മൾ വായിക്കുന്നത്. Initially those who were invited
they gave excuses so that they would not attend the banquet. ആദ്യം ക്ഷണിക്കപ്പെട്ടവരൊക്കെയും പല കാരണങ്ങൾ പറഞ്ഞ് ഉപാധികൾ പറഞ്ഞ് ആ വിരുന്നിന് വരാതെ ഒഴിഞ്ഞു മാറുന്നതായിട്ട് നമ്മൾ വായിക്കുന്നു. So the master says, go to the roads, go to the byways, bring people in. അപ്പോഴാണ് യജമാനൻ പറയുന്നത്, നിങ്ങൾ വഴിത്തെരുവുകളിലൊക്കെ ചെന്നിട്ട് കണ്ടവരെയൊക്കെയും വീണ്ടും കൂട്ടിക്കൊണ്ടുവരിക എന്ന്. So now not the dignitaries but the strangers are brought in. ഇവിടെ അപരിചിതരായിട്ടുള്ള ആൾക്കാരെയാ കൊണ്ടുവരുന്നത്, പ്രധാനികളായിട്ടുള്ള ആൾക്കാരെ അല്ല. So the servant tells the master, Master, I have done what you have told me, and I have brought people in, strangers in, but there is still room. ഞാൻ അപ്പോൾ ഇവിടെ ആ ജോലിക്കാരൻ പറയുന്നത്, നീ പറഞ്ഞതുപോലെ ഞാൻ ചെയ്തു, ധാരാളം ആളുകളെ ഇവിടെ അപരിചിതരായിട്ടുള്ളവരെ തന്നെ ഞാൻ കൊണ്ടുവന്നു, എന്നാൽ ഇനിയും കുറെ സ്ഥലം ബാക്കിയുണ്ടല്ലോ എന്ന് പറഞ്ഞു. You read the parable carefully, Luke chapter 14. There the master finally tells, go out and bring more people in, because my joy is fulfilled only when my house is filled with such people. ആ ഉപമ നിങ്ങൾ ശ്രദ്ധാപൂർവം വായിക്കണം. അപ്പോൾ യജമാനൻ പറയുന്നത് എന്താണെന്ന് അറിയാവോ? വീണ്ടും പോകുക, നിങ്ങൾ ആളുകളെ കൂട്ടിക്കൊണ്ടുവരിക, എൻ്റെ ഈ ഭവനം നിറയുമ്പോഴാണ് ഞാൻ യഥാർത്ഥ സന്തോഷം അനുഭവിക്കുന്നത്. So the joy of the Lord depends on our coming into God's house. ദൈവസന്നിധിയിലേക്ക് കടന്നു വരുമ്പോഴാണ്, ദൈവഭവനത്തിൽ കടന്നു വരുമ്പോഴാണ് ദൈവ സന്തോഷം അവിടെ ഉണ്ടാകുന്നത്. And when we recognize that in the midst of our own struggling and struggles, there is God who will listen to our cries, who will see our affliction, who will hear our voice, and then he will come to rescue us. നമ്മൾ ഒരു കാര്യം ഓർക്കണം, നമ്മുടെ പ്രതിസന്ധികളുടെ മധ്യേ നമ്മുടെ നിലവിളിയുടെ ശബ്ദം കേൾക്കുകയും ഇറങ്ങി വന്ന് നമുക്ക് ആവശ്യമായ വിടുതൽ നൽകുകയും ചെയ്യുന്ന ഒരു ദൈവമാണ് നമ്മുടെ ദൈവം. And the Bible powerfully tells us that is the joy of the Lord. അതാണ് യഹോവയുടെ സന്തോഷമെന്ന് വളരെ വ്യക്തമായി വേദപുസ്തകം പറയുന്നുണ്ട്. When there is joy of the Lord, it is our strength. യഹോവയിങ്കിലെ സന്തോഷമാണ് എൻ്റെ ബലം. Therefore, sisters and brothers in Christ, I appeal to you to dedicate yourselves to the will of God, which is good, perfect, and acceptable to all, which is important for us, for our own recreation, for our own remaking, for our own renewal. അതുകൊണ്ട് പ്രിയ സഹോദരങ്ങളെ, കർത്താവിൽ സഹോദരി സഹോദരന്മാരെ, ഞാൻ നിങ്ങളോട് അപേക്ഷിക്കുന്നത് എന്തെന്നാൽ, ഈ ദൈവശബ്ദത്തിന് പ്രതികരിക്കുക. ആ ശബ്ദത്തിന് പ്രതികരിച്ചു കഴിയുമ്പോൾ നീ പുനഃസൃഷ്ടിക്കപ്പെടും, നീ ഒരു പുതിയ അനുഭവത്തിലായിത്തീരും. അവിടെയാണ് യഹോവയെങ്കിലുള്ള സന്തോഷം നാം അനുഭവിക്കുന്നത്. Therefore, we must commit ourselves to the Lord of creation, to the Lord of recreation, to the Lord of renewal, the Lord of strength. അതുകൊണ്ട് നാം എന്താണ് ചെയ്യേണ്ടത്? സൃഷ്ടി നടത്തുന്നവനായ ദൈവം, പുനഃസൃഷ്ടി നടത്തുന്നവനായ ദൈവം, നിലനിർത്തുന്നവനായ ദൈവം, ആ ദൈവത്തെങ്കിൽ നമ്മളെ തന്നെ സമർപ്പിക്കേണ്ടതായ ആവശ്യമുണ്ട്. We can keep our silence for long. നമ്മുടെ നിശബ്ദത അധികകാലം തുടരുവാൻ നമുക്ക് സാധ്യമല്ല. Bible tells us that when the silence is broken, that is broken and oriented towards God. നമ്മുടെ നിശബ്ദത എപ്പോൾ ഭഞ്ജിക്കപ്പെടുന്നുവോ അപ്പോൾ നമ്മൾ ദൈവസന്നിധിയിലേക്ക് അടുത്തു വരുന്നു എന്നാണ് അർത്ഥം. The voice is now heard not against my opponent or my own enemy, but my God who patiently, sympathetically listens to my cry. ശത്രുവിന് എതിരായിട്ട് ഞാൻ സംസാരിക്കുമ്പോഴുള്ള ശബ്ദമല്ല, പിന്നെയോ ദൈവത്തിന്റെ ആ ദയയും ആർദ്രതയും മനസ്സിലാക്കുന്നതായുള്ള ആ ഒരു ശബ്ദത്തെയാണ് ഞാൻ ഇപ്പോൾ കേൾക്കുന്നത്. Therefore, having come after 1 year to this Maharamman convention in 2016, ഒരു വർഷത്തിന് ശേഷം വീണ്ടും ദൈവവചനം കേൾപ്പാൻ തക്കവണ്ണം ഈ പന്തലിൽ കൂടി വന്നിരിക്കുന്ന ദൈവജനങ്ങളെ, if our experiences in the past year has been experiences of joy, let us give thanks to God. കഴിഞ്ഞ കാലങ്ങളിലെ നമ്മുടെ അനുഭവം സന്തോഷത്തിന്റെയും ആനന്ദത്തിന്റെയും അനുഭവമായിരുന്നെങ്കിൽ നമുക്ക് ദൈവത്തിന് സ്തോത്രം ചെയ്യാം. Even if our experiences have been experiences of submissiveness, experiences of keeping silence, experiences of accepting the things of the world as they have been, let us praise God. കീഴ്പ്പെടുത്തലിന്റെയും
അതുപോലെ തന്നെ നിശബ്ദമായിരിക്കുന്നതിൻ്റെയും അല്ലെങ്കിൽ കാര്യങ്ങൾ വരുന്നത് പോലെ വരട്ടെ എന്ന് ചിന്തിച്ച് മൗനമായിരിക്കുന്നതുമായ ഒരു അനുഭവം ആയിരുന്നെങ്കിൽ അതിനും നമുക്ക് ദൈവത്തിന് സ്തോത്രം ചെയ്യാം. Because as the psalmist in Psalm 39 said, my hope is in you. സങ്കീർത്തനക്കാരൻ 39-ാം സങ്കീർത്തനത്തിൽ പറയുന്നത് പോലെ എൻ്റെ പ്രത്യാശ നിങ്കലാകുന്നു, അതുകൊണ്ട് ജീവിതത്തിന്റെ എല്ലാ അനുഭവങ്ങളിലും നമുക്ക് ഒരുപോലെ സ്തോത്രം ചെയ്യാം. What is that hope? As we have seen, the hope in the God of creation, hope in the God of recreation, hope in the God who brings people back to their homes, a God who gives homecoming to the people. എൻ്റെ പ്രത്യാശ എന്ന് പറയുന്നത് സൃഷ്ടിപ്പ് നടത്തിയ ദൈവം, പുനഃസൃഷ്ടിപ്പ് നടത്തിയ ദൈവം, തിരിച്ചു കൊണ്ടുവരുന്ന ദൈവം, എന്നെ നിലനിർത്തുന്ന ദൈവം, അതാണ് എൻ്റെ പ്രത്യാശ. And hope in the God who had finally chosen to send only begotten Son Jesus Christ for our own salvation redemption. നമ്മുടെ രക്ഷയ്ക്ക് വേണ്ടിയും വിടുതലിനു വേണ്ടിയും തന്റെ ഏകജാതനായ പുത്രനെ ഈ ഭൂമിയിലേക്ക് അയച്ചതായുള്ള ആ ദൈവത്തിന്റെ ഉള്ള നമ്മുടെ പ്രത്യാശ, അതാണ് ഏറ്റവും വലിയ പ്രത്യാശ എന്ന് പറയുന്നത്. And when we say that our hope is in you, O Lord, we say our hope is in the Lord who is risen for us. യഹോവയെങ്കിലാകുന്നു എൻ്റെ പ്രത്യാശ എന്ന് ഞാൻ പറയുമ്പോൾ എനിക്ക് വേണ്ടി ഉയർത്തെഴുന്നേറ്റ യേശുക്രിസ്തുവിലാകുന്നു എൻ്റെ പ്രത്യാശ എന്നും കൂടി ആകുന്നു അതിന്റെ അർത്ഥം. Same Lord journeys with us. ആ കർത്താവ് നമ്മോട് കൂടെ യാത്ര ചെയ്യുന്ന ദൈവമാണ്. The same Lord journeys with us as we come for spiritual enhancement in Maramman Convention. ഈ മാരാമൺ കൺവെൻഷൻ ആത്മീയ വർധനവിന് വേണ്ടി ഒരുമിച്ച് കൂടി വന്നപ്പോൾ ആ കർത്താവ് നമ്മോട് കൂടെ യാത്ര ചെയ്ത് ഇവിടെ എത്തിയിട്ടുള്ള കർത്താവാണ്. The same Lord comforts us with these words because we have told him our hope is in you. ഈ വചനങ്ങളാൽ അവൻ നമ്മളെ ആശ്വസിപ്പിക്കും, ശക്തീകരിക്കും. എന്തുകൊണ്ടെന്നാൽ നമ്മുടെ പ്രത്യാശ അവങ്കലാകുന്നു. And we firmly believe that our Lord rejoices at our own recreation and renewal. നമ്മുടെ പുനഃസൃഷ്ടിയിലും നമ്മുടെ പുതുക്കത്തിലും സന്തോഷിക്കുന്നവനായ ഒരു ദൈവമാണ് നമുക്കുള്ളത് എന്ന് നാം വിശ്വസിക്കണം. Because when we know that the voice of God is finally uttered, it is the joy of the Lord. ദൈവത്തിന്റെ ശബ്ദം ശബ്ദിച്ചപ്പോൾ അത് നമുക്ക് യഹോവയെങ്കിലുള്ള ഒരു ആനന്ദമായും ബലമായും സന്തോഷമായും മാറിയിരിക്കുന്നു. Because this joy tells, my child, my son, my daughter, who was created in my image, now is recreated and renewed for my relationship with you. എൻ്റെ സാദൃശ്യത്തിൽ സൃഷ്ടിക്കപ്പെട്ടിട്ടുള്ള എൻ്റെ മക്കള് ഇപ്പോൾ വീണ്ടും പുനഃസൃഷ്ടി ചെയ്യപ്പെട്ടപ്പോൾ ആ വീണ്ടെടുക്കപ്പെട്ട അനുഭവത്തിൽ ഞാൻ സന്തോഷിക്കുന്നു, അതിൽ സ്വർഗം ആനന്ദിക്കുന്നു. Therefore, sisters and brothers in Christ, let us say together, the joy of the Lord is our strength. We have our hope in you only. അതുകൊണ്ട് പ്രിയ ദൈവജനങ്ങളെ, നമുക്ക് ഒരുമിച്ച് പറയാം, യഹോവയെങ്കിൽ ആകുന്നു എൻ്റെ സന്തോഷം, യഹോവയെങ്കിലുള്ള സന്തോഷമാണ് എൻ്റെ പ്രത്യാശ. May the good Lord, who has manifested himself in Jesus Christ, who has taught us that we should believe in the crucified Lord, because beyond crucifixion is life everlasting. Let us have that hope within us and leave this place with these words, the joy of the Lord is our strength, because we always mindfully say our hope is in you. നമുക്ക് വേണ്ടി ഭൂമിയിൽ വന്ന് ക്രൂശിക്കപ്പെട്ട് മരിച്ച് ഉയർത്തെഴുന്നേറ്റ് ഇപ്പോഴും നമ്മോട് കൂടി ആയിരിക്കുന്ന കർത്താവിലുള്ള വിശ്വാസത്തിൽ നമുക്ക് ഒരുമിച്ച് ദൈവസന്നിധിയിൽ ഏറ്റുപറയുവാനായിട്ട് സാധിക്കും. യഹോവയെങ്കിലുള്ള എൻ്റെ സന്തോഷമാകുന്നു എൻ്റെ പ്രത്യാശ എന്ന് പറയുന്നത്. May this Lord continue to bless you and me. Amen. ദൈവം തമ്പുരാൻ നമ്മളെ ഓരോരുത്തരെയും തുടർന്നും അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ആമേൻ. മാരാമൺ എന്ന് പറയുമ്പം വളരെ ആത്മീകമായിട്ടൊരു അനുഭവമാണ്. ഞങ്ങളിവിടെ കോളേജിൽ പഠിക്കുന്ന കുട്ടികളാണ്. ഞങ്ങൾക്ക് ശരിക്കും എന്താ പറയുക, ഞങ്ങൾ എന്താ പറയുക, എല്ലാവരും മർത്തോമക്കാരൊന്നുമല്ല. പക്ഷേ മാരാമണ്ണ് ഞങ്ങൾക്ക് എന്താ ഇങ്ങോട്ട് വരുന്നത് ഒരു പ്രിയപ്പെട്ട ഒരിടത്തേക്ക് വരുന്ന ഒരു ഫീലാണ് ഞങ്ങൾക്ക് പലപ്പോഴും തരുന്നത്. പിന്നെ എന്താ ഇവിടുത്തെ അന്തരീക്ഷം, പിന്നെ ഇവിടുത്തെ ഗാനങ്ങൾ, അതൊക്കെ കേൾക്കാനും
കാണാനും ഒക്കെ ഉള്ള താല്പര്യം, ദൈവത്തോട് അടുത്ത് നിൽക്കാനുള്ള ആ ഒരു താല്പര്യം എല്ലാം ഞങ്ങൾക്ക് പ്രിയപ്പെട്ടാണ്. ചോദിച്ചതിലും ഞാൻ നനച്ചതിലും എത്ര അതിശയമായി നടത്തി. എന്റെ വേദനയിലും എൻ കണ്ണീരിലും എത്ര വിശ്വസ്തനായി എന്നെ കരുതി. എന്റെ